ദിനേശേട്ടാ നോക്കൻ കോടികളുടെ മണി ചെയിൻ തട്ടിപ്പ് വീണ്ടും. നമ്മുടെ മറ്റേ ഡോക്ടറില്ലേ നമ്മുടെ അവിടുത്തെ അതിന്റെ 1.5 കോടി ഉറുപ്പിക പോയി. ഇതിൽ വേറെ എന്താ കാര്യം അറിയോ? ഇതിൽ ഈ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരുടെ പണമാണ് ഏറ്റവും കൂടുതൽ പോണതും അവരാണ് പോയിട്ട് ഇതിൽ തരവെച്ച് കൊടുക്കുന്നതും. അതെ അശോട്ടാ, നമ്മുടെ ചുറ്റൂരിലെ സുഭാഷ് ഇല്ലേ, അപ്പൊ എന്നെ കൊണ്ട് കഴിഞ്ഞ മാസം പറഞ്ഞാണ് 10,000 ഉറുപ്പ് ഇട്ടാൽ മതി, ഡെയിലി 500 വെച്ചിട്ട് 100 ദിവസം കിട്ടും. 20 ദിവസം കൊണ്ട് നമുക്ക് മുടക്കുമ്പോൾ കിട്ടിയില്ലേ. മാത്രമല്ല ഒരാളിനെ ചേർത്ത് കമ്മീഷൻ വേറെ. അപ്പൊ സത്യം പറയാലോ, അന്ന് എൻ്റെ പൈസ ഇല്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് തോന്നുന്നതേ ഈ കാലഘട്ടത്തിന്റെ പ്രശ്നമെന്നാണ് തോന്നുന്നത്. കാരണം ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ തന്നെ 2 വെച്ചാൽ 4, 4 വെച്ചാൽ 6, 6 വെച്ചാൽ 10 കൊണ്ട് ഇങ്ങനെ തുടങ്ങല്ലേ ഓരോ കാര്യങ്ങള്. പോരാത്തതിന് ഓൺലൈൻ റമ്മികൾ വേറെ. എന്താലേ ചവണേട്ടാ, ഇത് ഈ കാലത്തെ പറ്റിക്കലൊന്നുമല്ല, അത് പണ്ട് പോലെ ഈ കഥയാണ്. ഒരു കഥ കേൾക്കണം. പണ്ട് ഒരുത്തൻ വിരുന്ന് പോവുക. അപ്പോൾ ഇവൻ്റെ പാത്രങ്ങളൊക്കെ തൊട്ടപ്പെടുത്തൊരുത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയി. തിരിച്ച് വന്ന് പാത്രം ചോദിച്ചപ്പോൾ 2 കുട്ടിപ്പാത്രം. ഇത് എന്താണെന്ന് ചോദിച്ചപ്പോൾ നിന്റെ പാത്രം പെറ്റടാന്ന്. പിന്നെ വിരുന്ന് പോകുമ്പോൾ ഈ ചക്കൻ്റെ പാത്രവും നാട്ടുകാരുടെ മുഴുവൻ പാത്രവും വാങ്ങിക്കൊടുത്തിട്ട് പോയി. തിരിച്ചു വരുമ്പോൾ പാത്രം ചോദിച്ചപ്പോൾ അയാൾ പറയാണ് നിന്റെ പാത്രമൊക്കെ ചത്തടാന്ന്. ചളുക്കനായില്ല ആ പാവി. എങ്ങനെ ചളുക്കനാകാണ്ടിരിക്കും? പെറ്റു പറഞ്ഞ് വാങ്ങിച്ചു വെച്ചല്ലേ, പിന്നെ ചത്തു പറഞ്ഞ പിന്നെ കേൾക്കല്ലേ വഴിയുള്ളൂ. ഇതുപോലെ വെറുതെ കിട്ടുമ്പോൾ ഓടിപ്പോയി തലവെച്ച് കൊടുക്കാൻ ഉള്ളവന്മാർ ഉള്ളിടത്തോളം കാലം ഇതുപോലെ പറ്റിക്കാൻ ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. എത്ര കണ്ടാലും ഇതുകൾ പഠിക്കലുണ്ടാപ്പാ.